എല്ലാവർക്കും നമസ്കാരം. അലക്സാണ്ടർ സോൾഷനിറ്റ്സിൻ രചിച്ച വിഖ്യാതമായ ഗുലാഗ് ആർക്കിപെലാഗോ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളൊരു സമഗ്രമായ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോവിയറ്റ് യൂണിയന്റെ അദൃശ്യവും ഭയാനകവുമായ ആ ജയിൽ ശൃംഖലയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഭരണകൂടം എങ്ങനെയാണ് വളരെ ആസൂത്രിതമായൊരു മർദ്ദന യന്ത്രം നിർമ്മിച്ചെടുത്തതെന്നും നിരപരാധികളായ ദശലക്ഷക്കണക്കിന് ആളുകളെ അതെങ്ങനെയാണ് വിഴുങ്ങിയതെന്നും നമുക്ക് നോക്കാം. ഏറ്റവും മികച്ച സിനിമാറ്റിക് എന്ന് തന്നെ പറയാവുന്ന ഉയർന്ന നിലവാരത്തിലുള്ള ദൃശ്യങ്ങളിലൂടെയാണ് ഈ ചരിത്ര യാഥാർത്ഥ്യത്തെ നമ്മൊന്ന് പൂർണ്ണമായി കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ഞാനോ? എന്തിന്? ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അപ്രതീക്ഷിതമായി ഒരു രാത്രിയിൽ നിങ്ങളെ തേടി രഹസ്യ പോലീസ് വരികയാണ്. ഭയന്ന് വിറച്ചു നിൽക്കുന്ന ആ നിമിഷത്തിൽ ഏതു നിരപരാധിയുടെയും വായിൽ നിന്ന് അറിയാതെ വീണുപോകുന്ന വാക്കാണിത്. ഈ ഒരൊറ്റ ചോദ്യത്തിൽ അവരുടെ മുഴുവൻ നിസ്സഹായതയും അടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നൊരു രാത്രിയിൽ സ്വന്തം ലോകം തകർന്നടിയുമ്പോൾ സാധാരണക്കാരൻ മുതൽ ഏറ്റവും ഉന്നതനായ വ്യക്തിവരെ ചോദിച്ചു പോകുന്നത് ഇതേ ചോദ്യമാണ്. ശരി, നമുക്കിതിലേക്കൊന്ന് ആഴത്തിൽ കിടക്കാം. സോൾഷനിറ്റ്സിൻ പറയുന്നതുപോലെ ദശലക്ഷക്കണക്കിന് തവണ ആവർത്തിക്കപ്പെട്ടിട്ടും ഇന്നും ഉത്തരം ലഭിക്കാത്ത ഒരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിന് അവർക്കൊരിക്കലും ഉത്തരം ലഭിച്ചിരുന്നില്ല. കാരണം പലപ്പോഴും യാതൊരു കാരണവുമില്ലാതെയാണ് അവർ വേട്ടയാടപ്പെട്ടത്. ആ ഭയാനകമായ സംവിധാനത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നാം ഇനി പോകുന്നത്. ഭാഗം 1. അറസ്റ്റിന്റെ നടുക്കം, അഥവാ അദൃശ്യമായ ഒരു ലോകത്തേക്കുള്ള മാറ്റം. ഈയൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് നമ്മൾ കാണുന്ന സ്വതന്ത്ര ലോകം, പകൽ വെളിച്ചം, പാട്ടുപാടി നടക്കുന്ന കുട്ടികൾ, ജോലിക്ക് പോകുന്ന മനുഷ്യർ. എന്നാൽ അതിന് തൊട്ടപ്പുറത്ത് കേവലം 2 അടി അകലെ മറ്റൊരു ലോകമുണ്ട്. രാത്രിയുടെ മറവിൽ മാത്രം പ്രവർത്തിക്കുന്ന രഹസ്യ പോലീസിന്റെ അദൃശ്യമായ യന്ത്രസംവിധാനമാണത്. അസാധാരണ തെരുവുകൾക്ക് പിന്നിലെ രഹസ്യവാതിലുകളിലൂടെയാണ് ഈ മനുഷ്യരെ ഇരുളിലേക്ക് വലിച്ചിഴച്ചിരുന്നത്. വിശ്വസിക്കാൻ കുറച്ചു ബുദ്ധിമുട്ടാണല്ലേ? പക്ഷേ അതായിരുന്നു സത്യം. സോൾഷനിറ്റ്സിൻ അറസ്റ്റിന് വിശേഷിപ്പിക്കുന്നത് മിന്നലാക്രമണം പോലെ തൽക്ഷണം സംഭവിക്കുന്ന ഒരു ആത്മീയ ഭൂകമ്പമാണ്. അതൊരാളുടെ അതുവരെയുള്ള ജീവിതത്തെ പൂർണ്ണമായി തകർത്തെറിയുന്നു. സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ക്രൂരതകൾ നിറഞ്ഞ പുതിയൊരു ലോകത്തേക്ക് അവർ വലിച്ചെറിയപ്പെടുകയാണ്. ചിലർക്ക് ആ ആഘാതം താങ്ങാനാവാതെ സമനില വരെ തെറ്റിയിരുന്നു. വളരെ കൃത്യമായ ശാസ്ത്രീയ രീതികളിലൂടെയാണ് അവർ അറസ്റ്റുകൾ നടത്തിയിരുന്നത്. കൂടുതലും രാത്രി സമയമാണ് അവരിതിനായി തിരഞ്ഞെടുത്തത്. കാരണം ആ സമയത്ത് ഇരകൾ ഉറക്കത്തിലായിരിക്കും, ഭയത്തിലുമായിരിക്കും. പകലാണെങ്കിലോ തികച്ചും അപ്രതീക്ഷിതമായി റെയിൽവേ സ്റ്റേഷനിലോ ജോലിസ്ഥലത്തോ, എന്തിന് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചുപോലും അവർ ആളുകളെ അറസ്റ്റ് ചെയ്തു. പ്രതിരോധമില്ലാതാക്കാൻ അവർ നൽകിയ വ്യാജ വാഗ്ദാനമായിരുന്നു ഇതൊരു ചെറിയ തെറ്റുപറ്റിയതാണ്, ഉടൻ തന്നെ ശരിയാകും എന്നത്. ഇരകൾ അത് വിശ്വസിച്ചുപോയി. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഭാഗം 2. മനുഷ്യ മാലിന്യ സംവിധാനം, അതായത് ദശലക്ഷങ്ങളുടെ അവസാനിക്കാത്ത ഒഴുക്ക്. പലരും വിചാരിക്കുന്നത് 1937 മാത്രമാണ് ഈ വലിയ അറസ്റ്റുകൾ നടന്നതെന്നാണ്. പക്ഷെ അതല്ല സത്യം. അതൊരു വലിയ പരമ്പരയുടെ ഭാഗം മാത്രമായിരുന്നു. 1929 കുലാക്കുകൾ എന്ന് വിളിക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് കർഷകരെയും അവരുടെ കുഞ്ഞുങ്ങളെയും അവർ മരവിപ്പിക്കുന്ന തണുപ്പിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് 1937 മഹാശുദ്ധീകരണം. അതിനുശേഷം 1944-46 കാലത്ത് യുദ്ധത്തടവുകാരായിരുന്ന സ്വന്തം പട്ടാളക്കാരെ വരെ അവർ വീണ്ടും ഈ ജയിൽ ക്യാമ്പുകളിലേക്ക് തന്നെ തള്ളിവിട്ടു. ഇതൊരിക്കലും അവസാനിക്കാത്തൊരു പ്രവാഹമായിരുന്നു. ഈ സ്ക്രീനിലെ നമ്പർ 11 നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിന് പിന്നിൽ ശരിക്കും ഭയപ്പെടുത്തുന്നൊരു കഥയുണ്ട്. ഒരു പ്രാദേശിക പാർട്ടി സമ്മേളനത്തിൽ സ്റ്റാലിനെ പ്രകീർത്തിച്ചുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തുടങ്ങി. ആർക്കും അത് നിർത്താൻ ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം രഹസ്യ പോലീസ് സദസ്സിലുണ്ട്. കൈയടിച്ച ആളുകളുടെ കൈകൾ വേദനിച്ചു, ശ്വാസം മുട്ടി. അവസാനം 11 മിനിറ്റുകൾക്ക് ശേഷം ഒരു ഫാക്ടറി ഡയറക്ടർ ധൈര്യം സംഭരിച്ച കൈയടി നിർത്തി കസേരയിലിരുന്നു. അത് കണ്ട് മറ്റുള്ളവരും ഇരുന്നു. അന്ന് രാത്രി തന്നെ ആ ഫാക്ടറി ഡയറക്ടറെ രഹസ്യ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 10 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഒരിക്കലും കയ്യടി ആദ്യം നിർത്തരുത് എന്ന താക്കീത്. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആരെങ്കിലും കുറ്റം ചെയ്തിട്ടല്ല അവിടെ അറസ്റ്റുകൾ നടന്നിരുന്നത്. മറിച്ച് ഓരോ നഗരത്തിനും ജില്ലയ്ക്കും ഇത്ര ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്ന കൃത്യമായ ക്വോട്ട അല്ലെങ്കിൽ ടാർഗറ്റ് നൽകപ്പെട്ടിരുന്നു. ഈ ടാർഗറ്റ് തികയ്ക്കാൻ വേണ്ടി വഴിയിൽ കണ്ട നിരപരാധികളെ വരെ അവർ പിടിച്ചുകൊണ്ടുപോയി. ഒരു ചോദ്യം ചോദിക്കാൻ വന്ന സ്ത്രീയെപ്പോലും അവർ ജയിലിലടച്ചു. ഇതിലൂടെ ജനങ്ങളെ പൂർണ്ണമായി ഭയപ്പെടുത്തി നിശബ്ദരാക്കുക എന്നത് മാത്രമായിരുന്നു ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ഭാഗം 3. ചോദ്യം ചെയ്യലിന്റെ കല,
കുറ്റസമ്മതത്തിന്റെ യന്ത്രങ്ങൾ. ഇനി ഈ ഭാഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആന്ദ്രേ വൈഷ്യൻസ്കി എന്ന നിയമജ്ഞൻ കൊണ്ടുവന്നൊരു സിദ്ധാന്തമാണിത്. സമ്പൂർണ്ണ സത്യം കണ്ടെത്തുക അസാധ്യമാണ്. അതുകൊണ്ട് പ്രതിയുടെ കുറ്റസമ്മതം തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? തെളിവുകളോ സാക്ഷികളോ ആവശ്യമില്ല. ക്രൂരമായി മർദ്ദിച്ച് ഒരാളെക്കൊണ്ട് താൻ കുറ്റം ചെയ്തു എന്ന് പറയിച്ചാൽ മാത്രം മതി. ഈ ഒരു സിദ്ധാന്തമാണ് പിന്നീട് ലക്ഷക്കണക്കിനാളുകളുടെ ജീവനെടുത്തത്. മനുഷ്യന്റെ മനസ്സിനെ തകർക്കാൻ അവർ വളരെ ചിട്ടയായ ചില രീതികൾ ഉപയോഗിച്ചിരുന്നു. 1. രാത്രിയിലുള്ള ചോദ്യം ചെയ്യൽ, കാരണം ആ സമയത്ത് മനുഷ്യർ വളരെ ദുർബലരായിരിക്കും. 2. മാനസികമായ തന്ത്രങ്ങൾ, ഒരാൾ വളരെ സ്നേഹത്തിൽ സംസാരിക്കുമ്പോൾ അടുത്തയാൾ ക്രൂരമായി ഭീഷണിപ്പെടുത്തും. 3. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതായത് ഭാര്യയെയും മക്കളെയും അറസ്റ്റ് ചെയ്യുമെന്ന ഭീഷണി. ഒടുവിലായി ഏറ്റവും ക്രൂരമായത് നിർബന്ധിത ഉറക്കമില്ലായ്മ. ശരീരത്തിൽ ഒരു ചെറിയ മുറിവ് പോലും ഉണ്ടാക്കാതെ ഒരു മനുഷ്യനെ എങ്ങനെ തകർക്കാമെന്ന് അവർക്കറിയാമായിരുന്നു. ഈ ഉറക്കം നിഷേധിക്കുക എന്നത് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പീഡനമായിരുന്നു. സത്യം പറയുന്നതുവരെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല എന്നവർ പറയും. ദിവസങ്ങളോളം രാവും പകലും തുടർച്ചയായി ഉദ്യോഗസ്ഥർ മാറി മാറി വന്ന് ചോദ്യം ചെയ്യും. ഉറക്കമില്ലാതെ ദിവസങ്ങൾ കഴിയുമ്പോൾ സ്വാഭാവികമായും മനുഷ്യന്റെ മസ്തിഷ്കം പണിമുടക്കും, ബോധം നഷ്ടപ്പെടും. ആ അവസ്ഥയിൽ എന്ത് നുണയിലും അവരൊപ്പുവയ്ക്കാൻ തയ്യാറാകുമായിരുന്നു. ഭാഗം 4. സത്യത്തിന്റെ ശക്തി, കലയും ചെറുത്തുനിൽപ്പും. ഇവിടെ വലിയൊരു വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ലേബർ ക്യാമ്പുകൾ മനുഷ്യനെ ക്രൂരരാക്കുകയും നുണ പറയാൻ പഠിപ്പിക്കുകയും വെറുതെ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ മറുവശത്ത് ഏകാന്ത തടവറകൾ തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നൽകിയത്. 4 ചുവരുകൾക്കുള്ളിലെ ആ ഏകാന്തതയിൽ സ്വന്തം ദുഃഖങ്ങളോടും കഴിഞ്ഞുപോയ വർഷങ്ങളോടും സംവദിക്കാൻ തടവുകാർ നിർബന്ധിതരായി. അത് അത്യന്തം വേദനാജനകമായിരുന്നെങ്കിലും പലരുടെയും ആത്മാവിനെ അത് കൂടുതൽ ആഴമുള്ളതും മഹത്തരവുമാക്കി മാറ്റി എന്ന് സോൾഷനിറ്റ്സിൻ ഓർമ്മപ്പെടുത്തുന്നു. അന്ന പെട്രോവ്ന എന്ന സ്ത്രീയുടെ അവിശ്വസനീയമായ ഒരു കഥയുണ്ടിതിൽ. നിരന്തരമായ ചോദ്യം ചെയ്യലുകൾക്കും പീഡനങ്ങൾക്കും ഒടുവിൽ അവർ ഉദ്യോഗസ്ഥനോട് പറഞ്ഞതിങ്ങനെയാണ്: എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി എന്റെ ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്കതെടുക്കാം. പക്ഷെ എന്റെ മനസ്സാക്ഷി അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരില്ല. ഈ ഒറ്റ മറുപടിയിൽ ആ ചോദ്യം ചെയ്യൽ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെട്ടു. ഒരു ഭരണകൂടത്തിനും മനുഷ്യന്റെ ആന്തരികമായ ധാർമ്മികതയെയും മനസ്സാക്ഷിയെയും കീഴടക്കാൻ കഴിയില്ലെന്ന് ഇതൊരൊറ്റ സംഭവം തെളിയിക്കുന്നു. അപ്പോൾ ഭരണകൂടത്തിന്റെ ഈ ഭീകരമായ നുണകളെ എങ്ങനെയാണ് നമുക്ക് നേരിടാനാകുക? അതിനുള്ള ഏറ്റവും വലിയ ആയുധം കലയും സാഹിത്യവുമാണെന്ന് ഗ്രന്ഥകർത്താവ് സമർത്ഥിക്കുന്നു. സാഹിത്യം സത്യത്തെ നിലനിർത്തുന്നു. അത് ഒരു രാജ്യത്തിന്റെ മുഴുവൻ അനുഭവങ്ങളെയും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുകയും രാജ്യത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. നുണകൾക്ക് അധികാരത്തിന്റെ വലിയ പിൻബലമുണ്ടാകാം, പക്ഷേ കലയുടെയും സാഹിത്യത്തിന്റെയും മൂർച്ചയുള്ള സത്യത്തിനു മുന്നിൽ അതിനൊരിക്കലും പിടിച്ചു നിൽക്കാനാവില്ല. അത് നുണകളെ പരസ്യമായി തന്നെ തോൽപ്പിക്കുന്നു. നാം ഈ വിശദീകരണം അവസാനിപ്പിക്കുന്നത് അതിശക്തമായ ഈ വാചകത്തോടെയാണ്: സത്യത്തിന്റെ ഒരു വാക്കിന് ലോകം മുഴുവനേക്കാളും ഭാരമുണ്ടാകും. നോക്കൂ, എത്ര വലിയ അധികാര സംവിധാനങ്ങൾ ശ്രമിച്ചാലും, എത്ര ലക്ഷം മനുഷ്യരെ ഇരുളറകളിൽ തള്ളിയാലും സത്യം എന്നെങ്കിലും ഒരിക്കൽ പുറത്തുവരിക തന്നെ ചെയ്യും. ആ ഒരു വാക്ക് ഭരണകൂടങ്ങളുടെ മുഴുവൻ കപടതകളെയും തകർത്തെറിയും. ഈ ചരിത്ര സത്യങ്ങൾ നിങ്ങളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു. ഇത്തരം ഭരണകൂട ഭീകരതകൾ ചരിത്രത്തിൽ അവശേഷിപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഇത് നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സത്യത്തിന്റെ ആ വലിയ ശക്തിയെക്കുറിച്ചുള്ള ഈ തിരിച്ചറിവോടെ നമുക്കിവിടെ നിർത്താം. നന്ദി.